ഓണം എത്തുന്നതിന് തൊട്ടു മുമ്പ് അത്ഭുതകരമായ ഒരു മഹാഭാഗ്യമാണ് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. നിങ്ങളുടെ നക്ഷത്രവും ഇതിലുണ്ടോ എന്ന് ഇപ്പോൾ തന്നെ അറിയാം. നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ചിങ്ങമാസവും പൊന്നോണവും തൊട്ടരികെ എത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ ഓണം എത്തുന്നതിന് മുന്നേ തന്നെ പ്രപഞ്ചം നിങ്ങളിലേക്ക് ഒരു അതിഭീമമായ അനുഗ്രഹം ചൊരിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ആകാശഗ്രഹങ്ങളുടെ അസാധാരണമായ മാറ്റങ്ങൾ കാരണം വരും ദിവസങ്ങളിൽ ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വർഷങ്ങളായി അടഞ്ഞുപോയ ഭാഗ്യവാതിലുകൾ ഒന്നൊന്നായി കൊട്ടിത്തുറക്കപ്പെടാൻ പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കൊടിയ കടബാധ്യതകൾ, ജോലിയിലെ കടുത്ത തടസ്സങ്ങൾ, കുടുംബത്തിലെ അശാന്തി, ഇതെല്ലാം ഒറ്റയടിക്ക് മാറി ഒരു പുതിയ വെളിച്ചത്തിലേക്ക് നിങ്ങൾ കുതിച്ചുയരാൻ പോവുകയാണ്. പക്ഷേ ഈ മഹാഭാഗ്യം പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ ചെയ്യേണ്ട ചില ലളിതമായ എന്നാൽ അതീവ ശക്തിയേറിയ ആത്മീയ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര പ്രാർത്ഥന, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം, ഭദ്രകാളി ക്ഷേത്ര വഴിപാടുകൾ, ഇവയെല്ലാം എങ്ങനെ കൃത്യമായി നിർവഹിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് അവസാന നിമിഷം വരെ കാതോർത്ത് കേൾക്കുക. തുടരുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓണത്തിനു മുൻപായി നിങ്ങൾ തീർച്ചയായും നിർവഹിക്കേണ്ട ചില അതിപ്രധാന വഴിപാടുകൾ ഞാൻ പറയാം. ഇത് ശ്രദ്ധയോടെ കേൾക്കണം. ഈ വഴിപാടുകൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകണം. അതിൽ ആദ്യത്തേത് ശിവക്ഷേത്ര ദർശനമാണ്. എല്ലാ വിഘ്നങ്ങളും അപ്പാടെ അകറ്റാൻ ഈ ദിവസങ്ങളിൽ ഒരു തിങ്കളാഴ്ചയോ പ്രദോഷ ദിവസമോ ശിവക്ഷേത്രത്തിൽ കൂവളത്തില അർച്ചനയും ധാരയും നടത്തുന്നത് അതിവിശിഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം. തൊഴിൽപരമായ കുതിച്ചുചാട്ടത്തിനും ശത്രുദോഷങ്ങൾ അപ്പാടെ അകറ്റാനും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകമോ പാൽപായസമോ വഴിപാടായി സമർപ്പിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥന നടത്തുക. മൂന്നാമതായി കുടുംബക്ഷേത്ര ദർശനം. നമ്മുടെ പാരമ്പര്യ അനുഗ്രഹം ലഭിക്കാൻ കുലദൈവത്തിൻ്റെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ഓണത്തിനു മുൻപ് കുടുംബക്ഷേത്രത്തിൽ ദർശനം മുടക്കാതെ നടത്തുക. നാലാമത് ഒരു കാര്യം കൂടിയുണ്ട്, ഭദ്രകാളി ക്ഷേത്ര ദർശനം. കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയാത്തവരോ പോയി ദർശനം നടത്താൻ സാധിക്കാത്തവരോ ഒട്ടും വിഷമിക്കേണ്ട. തൊട്ടടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കടുംപായസമോ രക്തപുഷ്പാഞ്ജലിയോ സമർപ്പിച്ചാൽ കുടുംബ ദൈവ അനുഗ്രഹത്തിന് തുല്യമായ അതിശക്തമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ പോകണം, തീർച്ചയായും വഴിപാടുകൾ സമർപ്പിക്കണം. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ കുത്തിയൊലിച്ചു വന്നു ചേരും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 നക്ഷത്ര ജാതകരിലേക്ക് കടക്കാം. അശ്വതിയും ഭരണിയും കാർത്തികയും. അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റ് പോലുള്ള മാറ്റങ്ങൾ കാത്തിരിക്കുന്നു. കുടുങ്ങിക്കിടന്ന പണം അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കും. ജീവിതത്തിൽ വന്നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും കുതിച്ചുപായുന്ന സമയമാണ് ഇത്. രണ്ടാമത് ഭരണി നക്ഷത്രം. ലോട്ടറി ഭാഗ്യം അടിക്കാനുള്ള അതിശക്തമായ സാധ്യതയും കാണുന്നുണ്ട്. മനസ്സിൽ കൊതിച്ച പല കാര്യങ്ങളും ഭരണി നക്ഷത്ര ജാതകർക്ക് അത്ഭുതകരമായി പൂർത്തിയാകുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷം കുത്തിയൊലിച്ചെത്തും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു നിറയുന്ന സമയമാണിത്. മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. സാമ്പത്തിക നില ഒറ്റയടിക്ക് മെച്ചപ്പെടും. സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിശക്തമായ അനുഗ്രഹം കൊണ്ട് പുതിയ തൊഴിൽ അവസരങ്ങൾ തേടിയെത്തും. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഇരച്ചുകയറി വന്നു ചേരും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. ബിസിനസ്സിലൊക്കെ അതിഭീമമായ ലാഭമുണ്ടാകുന്ന സമയമാണ്. നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലും എത്രയോ മടങ്ങ് കൂടുതൽ നേട്ടം വന്നു ചേരും. രോഹിണി ശരിക്കും രക്ഷപ്പെടും. രോഹിണി നക്ഷത്ര ജാതകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം മകീരമാണ്.
ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വൻ ആശ്വാസം ലഭിക്കും. കടബാധ്യതകൾ കുറയാനുള്ള പുതിയ വഴികൾ അത്ഭുതകരമായി തെളിയും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും കുത്തിയൊഴുകി വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഭാഗ്യദേവതയുടെ അതിശക്തമായ അനുഗ്രഹം തേടിയെത്തുന്ന സമയമാണ്. ശിവക്ഷേത്ര ദർശനം മുടക്കാതെ നടത്തിയാൽ കാര്യവിജയം 100% ഉറപ്പാക്കും. അടുത്ത നക്ഷത്രം പുണർതമാണ്. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും ഏറ്റവും ഉച്ചസ്ഥായിലുള്ള സമയമാണ് ഇത്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സത്യമായി നടക്കുന്ന സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത് അത് സാക്ഷാത്കരിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂയമാണ്. സാമ്പത്തിക പിരിമുറുക്കങ്ങൾ ഒറ്റയടിക്ക് മാറി വൻ ആശ്വാസം വരുന്ന സമയമാണ്. ഐശ്വര്യം കുത്തിയൊഴുകി നിറയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അപ്പാടെ മാറിപ്പോയത്തിന് പൂർണ്ണമായി രക്ഷപ്പെടാൻ സാധിക്കും. പുതിയ വസ്തുവോ വാഹനമോ വാങ്ങാനുള്ള അപൂർവ യോഗവും ഇവർക്ക് കാണാം. അടുത്ത നക്ഷത്രം ആയില്യമാണ്. തടസ്സപ്പെട്ടു നിന്ന കാര്യങ്ങൾ ഇടിമിന്നൽ വേഗത്തിൽ നടപ്പിലാകും. ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്താൽ ശത്രുദോഷ ശമനം ഉണ്ടാകും. തീർച്ചയായിട്ടും അതിഭീമമായ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഞാൻ ഇവിടെ പറയുന്നതെല്ലാം പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി ലഭിക്കും. അടുത്ത നക്ഷത്രം മകമാണ്. സ്ഥാനമാനങ്ങളും നേതൃപാഠവും വൻതോതിൽ അംഗീകരിക്കപ്പെടും. മേലധികാരികളിൽ നിന്ന് വാരിക്കോരി പ്രശംസ ലഭിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും കുതിച്ചെത്തുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. പ്രണയത്തിനും ദാമ്പത്യത്തിലും അലത്തല്ലുന്ന സന്തോഷം നിറയും. ആകസ്മികമായ ഭീമമായ ധനലാഭത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നു. കടമൊക്കെ ഒറ്റയടിക്ക് തീരുന്ന സമയമാണ് പൂരത്തിന്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. മനസ്സമാധാനവും സർവകാര്യ വിജയവും വാരിക്കോരി നൽകുന്ന അതിശയകരമായ കാലഘട്ടമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അത്ഭുതകരമായി പൂർത്തീകരിക്കും. പ്രിയമുള്ളവരെ, പ്രപഞ്ചം നൽകുന്ന ഈ അപൂർവ അവസരവും യോഗങ്ങളും പാഴാക്കാതെ വിനിയോഗിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. പ്രാർത്ഥനക്കൊപ്പം സത്യസന്ധമായ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ ഈ ഓണം നിങ്ങളുടെ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച ഓണമായി മാറും. അതിൽ ഒരു തരി സംശയവുമില്ല. പറഞ്ഞ ആത്മീയ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതണം. ഏതായാലും ഞാൻ പറഞ്ഞ ഈ 12 നക്ഷത്ര ജാതകർക്കും ഈ ഓണം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അപ്പാടെ മാറി ഈ ഓണം കേങ്കേമമാക്കാൻ ഇവർക്ക് സാധ്യമാകും. അപ്പോൾ ക്ഷേത്രദർശനം ഒരിക്കലും മറക്കരുത്. ക്ഷേത്രദർശനം നിർബന്ധമായും നടത്തണം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തുമ്പോൾ ശിവക്ഷേത്ര ദർശനം ഒരു കാരണവശാലും മറക്കരുത്. എല്ലാ വിഘ്നങ്ങളും അപ്പാടെ അകറ്റാൻ ഈ ദിവസങ്ങളിൽ, അതായത് തിങ്കളാഴ്ചയും പ്രദോഷ ദിവസങ്ങളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ മഹാഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക. ഇത് ശത്രുദോഷങ്ങൾ അപ്പാടെ അകറ്റാനും തൊഴിൽപരമായ കുതിച്ചുചാട്ടത്തിനും അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ കുതിച്ചെത്തും. ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും അതിശക്തമായ സമയമാണ്. ജീവിതത്തിലെ പഴയ ദുരിത ദുഃഖങ്ങളൊക്കെ അപ്പാടെ മാറി ഒരുപാട് നേട്ടവും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ ഓണത്തിനു മുമ്പ് തന്നെ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. നിങ്ങളുടെ വീട്ടിൽ സർവേശ്വരിയും വന്നു ചേരും. ഞാൻ പറഞ്ഞതെല്ലാം പൊതുവായ ഫലമാണ്. നിങ്ങളുടെ പൂർണ്ണമായ ഗ്രഹസ്ഥിതി നോക്കി നിങ്ങളുടെ ജാതകം സഹിതം ഞാൻ അയച്ചു തരും. നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ നല്ല നാളുകൾ നിങ്ങൾക്ക് എത്ര മനോഹരമാക്കാം എന്ന് നമുക്ക്
ആ ജാതക ഫലത്തിലൂടെ കൃത്യമായി അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ജാതകം, നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹനില, അതുപോലെ തന്നെ നിങ്ങളുടെ ഇനി നടക്കാനിരിക്കുന്ന നല്ല കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.